ബി.ജെ.പിയുടെ നയങ്ങളുടെയും നിലപാടുകളുടെയും പ്രചരണം സി.പി.എം ഏറ്റെടുത്തിരിക്കുകയാണെന്നും ബി.ജെ.പിയെ മഹത്വൽക്കരിക്കുന്ന പണിയാണ് ഇപ്പോൾ സി.പി.എം ചെയ്യുന്നതെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ദിശ ഏകദിന നേതൃത്വ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 9 വർഷത്തിലേക്ക് എത്തുകയാണ്. എല്ലാ മേഖലയും പ്രശ്നങ്ങളാണ്. കേരളത്തെ ഒന്ന് 3ആയി വിഭജിച്ചാൽ ഇപ്പം നമ്മളുടെ ഈ തീരദേശ മേഖലയിലെ പ്രശ്നം അതിതീവ്രമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പുതുതായി കേന്ദ്രമെടുത്ത ചില നടപടികൾ അത് ഏറെ ആശങ്കയിലാക്കിയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ തീരദേശ മേഖലയിലുള്ള എല്ലാവരെയും വേദനയിലേക്ക് തള്ളിവിടുന്ന ഒരു തീരുമാനമാണിപ്പോൾ. എന്നാൽ അതിന് ഫലപ്രദമായ രീതിയിൽ സംസ്ഥാന ഗവൺമെന്റിനെ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് സത്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം ഈ ഖനനവുമായി ബന്ധപ്പെട്ട് അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ല ഇടതുപക്ഷത്തിന്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അത് മാത്രമല്ല, വിഴിഞ്ഞത്തിൻ്റെ ആ തുറമുഖം വന്നപ്പോൾ അതിലുണ്ടായിരുന്നവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത സമീപനം നമുക്കറിയാം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി.എ. ഷൗക്കത്ത് അലി അധ്യക്ഷനായി. മുൻ ഡി.സി.സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ എം.എൽ.എ. അനിലക്കര, കെ.പി.സി.സി സെക്രട്ടറി സുനിൽ അന്തിക്കാട്, ഡി.സി.സി ഭാരവാഹികളായ അനിൽ പുളിക്കൽ, കെ. ദിലീപ് കുമാർ, വി.ആർ. വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ പതാക ഉയർത്തി. സമാപന യോഗം കെ.പി.സി.സി സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. പി.ഐ. ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. നൌഷാദ് ആറ്റുപറമ്പത്ത്, സുനിൽ ലാലൂർ, ശോഭ സുബിൻ, സി.എം. നൌഷാദ്, ബ്ലോക്ക് ഭാരവാഹികളായ ഗഫൂർ തളിക്കുളം, എ.എൻ. സിദ്ധപ്രസാദ്, ഹിറോസ് ത്രിവേണി, വി.കെ. മോഹനൻ, സി.വി. ഗിരി, ആൻഡോ തുറയൻ, സി.വി. വികാസ് എന്നിവർ സംസാരിച്ചു.